സോറി എന്ന വാക്കിന് ഒരാളുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇവരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാം. എനിക്കറിയില്ല താമസിച്ച രാക്ഷസൊന്നുമില്ല. ആരാണ് ഡോറ് കണ്ടുപിടിച്ച് തുറക്കട്ടെ. വിശക്കുന്നല്ലോ വിശക്കുന്നല്ലോ, ഭക്ഷണം തായോ ഭക്ഷണം തായോ തായോ. ഇതോ സാർ, നന്ദിയുണ്ട് സാറേ. ഇതേ അഡ്രസ്സിലുള്ള അമൃത സാറിന്റെ വൈഫ് അല്ലേ? എന്തേ ഒരു ഓർഡറും കൂടെ സാറിന്റെ തരട്ടെ? തന്റെ ഫോണില്ലേ? ഉണ്ട്. അവളുടെ നമ്പറില്ലേ? ഉണ്ട്. പിന്നെ അവളുടെ അണ്ണാക്കിലേക്ക് ഫുഡ് തരുമ്പോൾ വേണ്ടി ഞാൻ കൊണ്ടേ കൊടുക്കാം. എന്റെ പട്ടി കൊണ്ടേ കൊടുക്കും. അവനുണ്ടല്ലോ എന്റെ പട്ടി. അയ്യോ പെടല്ലോ വിളിക്ക്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണുണ്ടാവും ഞാനിവിടെ എന്തിനാണ് ഈ വഴക്കുണ്ടാക്കണമെന്ന് അല്ലേ? അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്, തന്റെ ക്യാരക്ടർ എന്താന്നേ അവരോടൊന്നും അറിയട്ടെ. ഓ പിന്നെ നിന്റെ നല്ല ക്യാരക്ടർ ആണല്ലോ. എന്റെ ക്യാരക്ടർ പറയാനേ എനിക്കറിയാം. അതും ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ തന്നെ. എന്റെ പേര് നിഷൻ. ഇവളെ കെട്ടിയതിനു ശേഷമേ ഞാൻ വിഷമാണ് വിഷം. കാരണം അതിന് മാത്രം പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ എനിക്കോ? എന്റെ അച്ഛനൊന്ന് വീട്ടിൽ വരുമ്പോ ലീവ് എടുത്ത് വീട്ടിൽ വരാൻ നിങ്ങൾക്ക് സമയമില്ല. ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ ഇഷ്ടം പോലെ സമയം. അതേടി, ഫ്രണ്ട്സ് വിളിച്ചു ഞാൻ പോവും. കാരണേ ഒരു സമയത്ത് അവര് മാത്രമേ എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. മിസ്റ്റേക്ക് നിന്റെ ഭാഗത്താന്ന് അറിഞ്ഞിട്ടും ഞാൻ സോറി പറഞ്ഞിട്ട് നിനക്ക് മിണ്ടാൻ പറ്റുള്ളൂ അല്ലേ? എന്നെ കൊന്നാലും ഞാൻ സോറി പറയില്ല. ഒരു സോറി പറഞ്ഞതോടെ ഒന്നും കുറഞ്ഞു പോകാൻ പോകുന്നില്ല. എന്നോട് എന്റെ അച്ഛനോട് സോറി പറയണ്ടേ, ഞാൻ ഇനി മിണ്ടത്തില്ല. അതുവരെ ഇനി നോ ഡയലോഗ്, നോ റിലേഷൻഷിപ്പ്. കേട്ടല്ലോ, ഇതാണ് ഈഗോ. ഞാൻ അറിയാണ്ട് പറഞ്ഞ ഒരു കാര്യത്തിന് അവൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കണം. അവളുണ്ടാക്കട്ടെ, നമ്മളിത് എത്ര കണ്ടേക്കണം. കണ്ടില്ലേ, ഒരു സോറി പറയിപ്പിക്കാൻ വേണ്ടി അവളുടെ യുദ്ധം, സോറി പറയാതിരിക്കാൻ വേണ്ടി അവന്റെ യുദ്ധം. ഇത് ദിവസവും കാണലാണ് ഇപ്പോഴത്തെ എന്റെ ഹോബി. അമ്മ, അവൾ എന്തായി നിന്റെ അടുത്ത് കാണിച്ചതറിയോ? എന്റെ ടൂത്ത് ബ്രഷ് എടുത്ത് ക്ലോസറ്റ് ഇട്ട് ഉറച്ചേക്കണെന്ന്. തമാശ, ഇതാണ് തമാശ, ഇതാണ് തമാശ. അമ്മ, ഇഡ്ലിപ്പൊടി ഇട്ട് വെക്കേണ്ട ഡബ്ബയിൽ അവള് പൽപ്പൊടി ഇട്ട് വെച്ചേക്കണ്. ഇത് തമാശ, ഇത് തമാശ. ചത്താലും ഞാൻ അവളുടെ അടുത്ത് സോറി പറയില്ല. ചത്താലും പറയില്ല. കുറച്ചുകൂടി ഉള്ളവർക്ക് ഇതോട് കഴിഞ്ഞപ്പോ ചിക്കൻ വേണം. അടുത്ത് വാന്നല്ല, ചിക്കനും കൊണ്ടാ വന്നേക്കണം. തവണ വാ പൊളിക്കണ പൊളിക്കണം. ഒരു ഫുൾ ചിക്കൻ അല്ലേ അങ്ങോട്ട് വായിലേക്ക് പോണത്. ചപ്പാത്തിക്ക് ഫസ്റ്റാ. ഇവളെന്താ ഒറ്റക്ക് തിന്നണം. വെള്ളം കിട്ടാണ്ട് ചാവോടി പട്ടി. ആസ്വദിക്കടി, ഒടുക്കത്തെ ആസ്വാദനമാണ് നിന്റെ. ഞാൻ ഓർഡർ ചെയ്യും. സ്വിഗ്ഗി ഉണ്ടല്ലേ? വൈഫൈ ഇല്ല, വൈഫൈ കട്ടാക്കി. ഇവിടെ സ്ഥിരം പരിപാടി അതും എറിഞ്ഞാലോ. വേണ്ട, എൻ്റെ ഫോണ് മാറ്റി വെക്കാം. വയറ്റിൽ നിന്ന് സൗണ്ടും കേൾക്കണം. ചോദിച്ചു കഴിഞ്ഞാൽ സോറി പറഞ്ഞാ വേണമെങ്കിൽ ഒരു പീസ് തരാം. ഒരു പീസ് എന്റെ തന്നക്കൊട്ടെ കൊടുറി. അവിടെ ചിക്കൻ. അയ്യോ മിന്നണ്. അയ്യോ ക്യാൻസൽ ആയിട്ട് അതുപോലെ ചെയ്യണം. അമ്മ സ്റ്റെയറില്, അമ്മ എണ്ണ ഒഴിച്ചു വെച്ചേക്കണം. അമ്മ സ്റ്റെയറില് അബദ്ധമാ. 1.5 ലിറ്റർ എണ്ണ ഒഴിച്ചു വെച്ചേക്കണം. അബദ്ധമാണത്. അല്ല, അമ്മ എന്റെ അമ്മയാണ് അല്ലെങ്കിൽ അവളുടെ അമ്മയാണ്? കേട്ടിട്ടുണ്ടായിരുന്നു. കൊന്നിട്ട് പോടി. എനിക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണം. ഡിവോഴ്സാ? ഈ ചെറിയ കാര്യത്തിനാ? നിനക്ക് പ്രാന്താണോ? എന്റെ പൊന്നളെ, ഒരു മനസമാധാനമില്ല. സഹിക്കുന്നതിലൊക്കെ ഒരു പരിധിയില്ലേ? എടാ അവളുടെ അച്ഛൻ അന്ന് വരുമെന്ന് നിന്നോട് മുന്നേ വിളിച്ച് പറഞ്ഞതല്ലേ? എന്നിട്ട് നീ പോയോ? ഇല്ല. എടാ നിന്നെ കാത്ത് 5 മണിക്കൂർ അയാൾ അവിടെ നിന്നേ. പിന്നെ വർക്കിന്റെ ഇടയ്ക്ക് ഞാൻ അവളെ വിളിച്ചിട്ടിരിക്കണം. എടാ മീറ്റിംഗിന്റെ ഇടയ്ക്ക് കോൾ എടുക്കാൻ പറ്റില്ലെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ? എടാ എനിക്കറിയാം. അവൾക്കറിയോ? അവളോട് നീ പറഞ്ഞോ? അവളടുത്ത് എങ്ങനെ പറയാനാ? സോറി പറഞ്ഞാലേ അവളെന്റെ അടുത്ത് മിണ്ടുള്ളൂ. ഞാൻ സോറി പറഞ്ഞിട്ട് അവൾ മിണ്ടിയത് തന്നെ. പിന്നെ നിഷന്റെ വീട്ടിൽ ഇതിലോട്ട് ആരോട് സോറി പറഞ്ഞിട്ടില്ല, ഇന്നോട്ട് പറയത്തില്ല. ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ്. നീ എന്താച്ചാ കാണിക്ക്. പിന്നെ മറ്റന്നാളെ ഇന്റർവ്യൂ. നാളെ ബോംബെക്ക് പോകുന്നില്ലേ? ബോംബെക്കാ? എന്തിനി?
ആ ബെസ്റ്റ്. എടാ ഇൻഫിനിറ്റി കമ്പനിയിൽ വർക്ക് ചെയ്യണം നിന്റെ ജീവിതാഭിലാഷല്ലേ, അതിന്റെ ഇന്റർവ്യൂ ആണ് മറ്റന്നാ. അതിന് ഞാൻ റിസ്യൂം ഒന്നും വായിച്ചില്ലല്ല. പിന്നെ അങ്ങനെ എന്നിട്ട് നീ എന്റെ അടുത്ത് ഇപ്പോഴാണ് പറയണത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ എപ്പോഴാണ് എന്റെ അടുത്ത് പറഞ്ഞത്? നിന്നോടല്ല, നിന്നെ വിളിച്ച് കിട്ടാത്തോണ്ട് നിന്റെ ഭാര്യയോടാ പറഞ്ഞത്. ഓ അപ്പോഴേക്കും നിങ്ങൾ ഉടക്കിയല്ലോ രണ്ടാളും. അപ്പൊ അവളാണ് നിന്റെ റെസ്യൂം അയച്ചു കൊടുത്തത്. ആ അവൾ അന്ന് എന്നോട് പറഞ്ഞിരുന്നു ഇന്റർവ്യൂവിന്റെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ മതി, അവനോട് പറയണ്ടെന്ന്. അപ്പൊ നിനക്ക് സർപ്രൈസ് ആക്കി വെച്ചതാ. എടാ അളിയാ, ഈ പെണ്ണുങ്ങളെയൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലടാ. നിന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് അവൾ എന്നെ വിളിച്ച് നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് എന്നോട് ചോദിച്ചിരുന്നു. അതിൽ നിന്റെ ഫുഡും ഈ ബോംബെയിലെ ജോലിയും നിന്റെ ദേഷ്യവും പിടിവാശിയും ഈഗോവും എല്ലാം അവളോട് ഞാൻ പറഞ്ഞിരുന്നു. ഒരു പക്ഷെ അതൊക്കെ മാറ്റിയെടുക്കാനായിരിക്കും അവള് നിന്റെ അമ്മയും കൂടി ചേർന്ന് നിന്നെ ഈ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നീ ഡിവോഴ്സ് വരെയൊക്കെ പോവാന്ന് പറയുന്നത് വളരെ മോശമാടാ. നമുക്കൊരു പരിചയമില്ലാത്ത മേലുദ്യോഗസ്ഥർക്ക് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് ഇല്ലേ, അതിന്റെ പകുതി റെസ്പെക്റ്റ് വീട്ടിലവർക്ക് കൊടുത്താൽ മതി. സോറി എന്ന 2 വാക്കിന് വേണ്ടി സ്വന്തം ജീവിതം കളയല്ലേ അളിയാ. എന്തോ ഒരു പേപ്പർ വന്നിരിക്കുന്നുണ്ട്. മുംബൈയിൽ നിന്നായിരിക്കും അല്ലേ? നിന്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ഞാൻ ഇതുവരെ നിന്നോട് ചോദിച്ചിട്ടില്ല. നീ എനിക്ക് വേണ്ടി ചെയ്ത ഒന്നും ഞാൻ കാണാൻ ശ്രമിച്ചിട്ടുമില്ല. എന്താ ശരി, സോറി. ഞാൻ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ കാര്യം. ഈ സോറി എന്ന വാക്ക് പറഞ്ഞാൽ അത് അവന്റെ ഈഗോയെ ബാധിക്കും, അവന്റെ ക്യാരക്ടറിനെ ബാധിക്കും എന്നൊക്കെയാണ് അവൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഒരു പിണക്കം തീർക്കാൻ, ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ, ബന്ധങ്ങൾ തകരാതിരിക്കാൻ ആ 2 വാക്കിന് ഇത്ര പവർ ഉണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഓ, ഇനി ഞാൻ ആരാണെന്നല്ലേ നിങ്ങൾ നോക്കുന്നത്? ഇതുപോലെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ഒരാൾ തന്നെയാ ഞാനും. പക്ഷേ അവരോട് സോറി പറയാൻ എപ്പോ വാ തുറന്നാലും അവര് കേൾക്കുന്ന ശബ്ദം